നമസ്കാരം. നമുക്കറിയാം, DYFI മുൻ പ്രസിഡന്റായ വി വസീഫ് ജനവിരുദ്ധ സർക്കാരായിരുന്ന പിണറായി സർക്കാരിനെതിരെ ഒരു തിരുത്തൽ ശക്തിയായി നിന്നുകൊണ്ട് DYFIയെ നയിക്കാൻ ശ്രമിക്കുന്നതിന് പകരം പിണറായി വിജയൻ്റെ ഒരു സ്തുതിപാഠകനായി തുടരാനാണ് ശ്രമിച്ചത്. കഴിഞ്ഞ ദിവസം വി വസീഫിൽ നിന്ന് DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് പദവി ചിന്താ ജെറോം ഏറ്റെടുക്കുകയുണ്ടായി. അതിനുശേഷം അവർ നടത്തിയ പ്രസംഗം കേട്ടപ്പോൾ ചിന്താ ജെറോമും മറ്റൊരു വി വസീഫ് ആകാനുള്ള ശ്രമമാണോ എന്ന് പോലും സംശയം തോന്നുകയുണ്ടായി. അതിലെ പ്രസക്ത ഭാഗങ്ങൾ, ചിന്താ ജെറോമിൻ്റെ പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് കേട്ടു നോക്കാം. നമ്മുടെ നാട്ടിലെ ചെറുപ്പം ഇന്ന് നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഗവൺമെന്റ് മനുഷ്യത്വരഹിതമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് നമ്മുടെ എല്ലാം മനസ്സിനകത്തൊരു കുളിരായി ആർദ്രമായ സ്നേഹത്തിന്റെയും കരുതലിന്റെയും പ്രതീകമായ ഒരു മനുഷ്യൻ ഉയർന്നു വരുന്നത്. ഏത് പ്രതിസന്ധി കാലത്തും തെല്ലും പതറാതെ ഈ കേരളത്തെ മുമ്പോട്ട് നയിച്ച എന്നും എക്കാലവും നമ്മുടെ ആവേശം കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി, നവകേരളത്തിന്റെ ശില്പി സഖാവ് പിണറായി വിജയൻ. തുടങ്ങി. എന്നിട്ടാണോ സഖാവെ നിങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിനെ നാണം കെട്ട തോൽവി സമ്മാനിച്ചുകൊണ്ട്, അതായത് സഖാവ് ജയിച്ചു, പക്ഷേ സഖാവ് നയിച്ച മുന്നണിക്ക് നാണം കെട്ട തോൽവിയാണ് ജനങ്ങൾ സമ്മാനിച്ചത്. എന്നിട്ടിപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ യാഥാർത്ഥ്യബോധമില്ലാതെ സംസാരിക്കുന്നത്? താങ്കൾക്ക് കൃത്യമായിട്ടറിയാം, പിണറായി വിജയൻ എന്ന ജനവിരുദ്ധനായ ഭരണാധികാരിയോടുള്ള രോഷമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സഖാക്കൾ ഉൾപ്പെടെ പ്രകടിപ്പിച്ചത്. നിങ്ങളുടെ കോട്ടകളിൽ പോലും, കമ്മ്യൂണിസ്റ്റിൻ്റെ CPMൻ്റെ കോട്ടകളിൽ പോലും പരാജയപ്പെടുന്ന അവസ്ഥയുണ്ടായത് നിങ്ങളുടെ സഖാക്കൾ തന്നെ നിങ്ങൾക്കെതിരെ വോട്ട് ചെയ്തതുകൊണ്ടാണ്. പിന്നെ എന്തിനാണ് ഇനിയും ഇതുപോലെയുള്ള സ്തുതിഗാനങ്ങൾ ആലപിക്കുന്നത്? താങ്കൾ വെറുമൊരു സ്തുതി പാടകയായി തരം താഴരുത്. ഇതൊരു അഭ്യർത്ഥനയാണ്. വസീഫിന് സംഭവിച്ചത് അത് തന്നെയാണ്. അതേ തെറ്റ് തന്നെയാണ് താങ്കൾ ആവർത്തിക്കുന്നത്. പൊതുസമൂഹം താങ്കളുടെ കൂടെ നിൽക്കില്ല എങ്ങനെയാണെങ്കിൽ. ആദ്യം താങ്കളിപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന പദവിയോട് ഒരു തരിമ്പെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ജനങ്ങളോട് ഒരു തരിമ്പെങ്കിലും പ്രതിബദ്ധതയുണ്ടെങ്കിൽ, ജനങ്ങൾ കൂടെ നിൽക്കണമെന്ന്, പൊതുസമൂഹം താങ്കളുടെ കൂടെ നിൽക്കണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആദ്യം താങ്കൾ ചെയ്യേണ്ടത് പിണറായി വിജയനെ ആദ്യം തള്ളിപ്പറയുക എന്നതാണ്. ഏറ്റവും ചുരുങ്ങിയത് പിണറായി വിജയനെ പുകഴ്ത്തുന്ന പരിപാടിയെങ്കിലും ഇനി ആവർത്തിക്കരുത്. ഇതൊരു അഭ്യർത്ഥനയാണ്. അല്ലെങ്കിൽ ജനങ്ങൾ താങ്കളുടെ കൂടെ നിൽക്കില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ പരിപാടി, ഈ സ്തുതി പാടുന്ന പരിപാടി അവസാനിപ്പിക്കുക. സഖാവ് പിണറായി വിജയന്റെ ഭരണത്തിന് ശേഷം ഇന്നെത്തിയിരിക്കുന്ന ഗവൺമെന്റ് ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തെ, ജീവന് വില നൽകാത്ത ഗവൺമെന്റാണ്. നിങ്ങളുടെ സർക്കാർ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവന് വില കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ 2018 പ്രളയം സംഭവിക്കുമായിരുന്നോ? നൂറുകണക്കിന് മനുഷ്യർ മരിച്ചത് നിങ്ങളുടെ സർക്കാരിൻ്റെ ഡാം മിസ്മാനേജ്മെൻറ്റ് കൊണ്ടാണ്, അല്ലേ? അശാസ്ത്രീയമായിട്ട് ഡാം തുറന്നു വിട്ടതുകൊണ്ടാണ് നൂറുകണക്കിന് മനുഷ്യർ മരിച്ചത്. അതെല്ലാം മറന്നുകൊണ്ട് ഒരുപാട് സ്നേഹം അഭിനയിക്കരുത് ജനങ്ങളോട്. ജനങ്ങൾ അൾഷിമേഴ്സ് ബാധിച്ചവരല്ല, മറവിരോഗം ബാധിച്ചവരല്ല എന്ന് ചിന്താ ജെറോമിനെ ഓർമ്മിപ്പിക്കുന്നു. അവിടെയാണ് പാലസ്തീൻ കവി പറയുന്നത് പോലെ ഓരോ പുലരിക്കും കലാപകാരിയുമായ ഒരു കൂടിക്കാഴ്ചയുണ്ട്. ആ കലാപകാരികളായി മാറാൻ ഞങ്ങൾ DYFI തയ്യാറാണ്. അത് UDFൻ്റെയോ BJPയുടെയോ നേതാക്കൾ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രം. സ്വന്തം മുന്നണിയിൽ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അതിനെതിരെ കലാപകാരികളായി മാറുവാനുള്ള ആർജവം താങ്കൾക്കുണ്ടോ? അതുണ്ടെങ്കിൽ താങ്കളുടെ കൂടെ ജനങ്ങൾ നിൽക്കും. അതുണ്ടെങ്കിൽ ആദ്യം താങ്കൾ ചെയ്യേണ്ടത് പിണറായി വിജയനോട് ആ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചൊഴിയാൻ ആവശ്യപ്പെടുക. ഒരു തരിമ്പ് പോലും അദ്ദേഹത്തിന് ആ പദവിയിൽ തുടരാൻ യോഗ്യതയില്ല. മകള് ഹവാല ചാനൽ വഴി പണം വിദേശത്തേക്ക് കടത്തിയെന്ന കണ്ടെത്തലാണ് ED ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു യാഥാർത്ഥ്യം മുന്നിൽ വെച്ചുകൊണ്ട് എങ്ങനെ പിണറായി വിജയൻ ഇനി ആ കസേരയിൽ തുടരാൻ സാധിക്കും? എന്തുകൊണ്ട് താങ്കൾ അത് ചോദിക്കുന്നില്ല? ആർജവമുണ്ടെങ്കിൽ അത് താങ്കൾ ചോദിക്കൂ. അത് ചോദിക്കാത്തിടത്തോളം പിണറായി വിജയനെ ഇപ്പോഴും നേതാവായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന
നിങ്ങളെപ്പോലുള്ളവരെ ഒന്നും ജനങ്ങൾ വിശ്വസിക്കില്ല. ആദ്യം പിണറായി വിജയനെ തള്ളിപ്പറയുക, പിണറായി വിജയൻ്റെ രാജി ആവശ്യപ്പെടുക. പിണറായി വിജയൻ ഇനിയും ആ പദവിയിൽ തുടരുന്നത് CPM-നും ഇടതുപക്ഷത്തിനും അപമാനകരമാണെന്ന് ധൈര്യമായിട്ട് വിളിച്ചു പറയുക. അപ്പോൾ ജനങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കും. നിങ്ങളെന്ന നേതാവിനെ ജനങ്ങൾ അംഗീകരിക്കും.